സുസ്ഥിര വികസനം നേടിയെടുക്കാനുള്ള ദുബൈ സമഗ്ര പദ്ധതി 2021 പ്രകാരമുള്ള 2030 സ്ട്രാറ്റജിയുടെ ഭാഗമായി RTA നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളെ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പ്രശംസിച്ചു. റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ഉമ്മൂർ അമൂലെ ആസ്ഥാനം സന്ദർശിച്ചായിരുന്നു ഷെയ്ഖ് മുഹമ്മദ് പദ്ധതികളെ പ്രകീർത്തിച്ചത്. റിപ്പോർട്ടിലേക്ക്. കൃത്യമായ നയവും സംഘബോധവുമുള്ള കാഴ്ചപ്പാടും ഉൾച്ചേർത്തുകൊണ്ടുള്ള RTA പദ്ധതികൾ ദുബൈ നഗരത്തെ അത്യുന്നതയിലേക്ക് ഉയർത്തുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം പറഞ്ഞു. RTA ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എഞ്ചിനീയർ മത്തർ അൽ തായറിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളിലെ ഭാഗമാക്കുന്ന മാനേജർമാരും എഞ്ചിനീയർമാരും ടെക്നീഷ്യന്മാരും അടക്കമുള്ള വിഭാഗങ്ങളുടെ കൂട്ടായ പ്രയത്നങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. മുൻപിൽ 2030 വരെ RTA നടപ്പാക്കി വരുന്ന നിരവധി പദ്ധതികളുടെ പ്രദർശനമൊരുക്കിയിരുന്നു. ദുബൈയിലെ സവിശേഷ നിർമ്മിതിയാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ഷിദഗ ക്രോസിക്സ് അടക്കമുള്ള നിരവധി ശ്രദ്ധേയ പദ്ധതികളും അവയുടെ ഡിസൈനുകളും സംബന്ധിച്ച് ഉദ്യോഗസ്ഥർ ഷെയ്ഖ് മുഹമ്മദിന് വിശദീകരിച്ചു കൊടുത്തു. ദുബൈ വാട്ടർ കനാലിലും കൊമേഴ്സ്യൽ ബേയിലും ഷിപ്പിംഗ് ഡോക്കുകൾ നിർമ്മിക്കുവാനുള്ള പ്രോജക്ട് ഡിസൈൻ ഷെയ്ഖ് മുഹമ്മദ് നോക്കിക്കണ്ടു. ദുബൈ മെട്രോയിലെ ബുർജ് ഖലീഫ സ്റ്റേഷന് ചുറ്റുമുള്ള വികസന പദ്ധതിയും അദ്ദേഹം വിശകലനം ചെയ്തു. 2030 വരെയുള്ള ഗതാഗത പദ്ധതിയും ഷെയ്ഖ് മുഹമ്മദ് പരിശോധിച്ചു. ന്യൂസ് ഡെസ്ക്. കേന്ദ്രമന്ത്രി VK സിംഗിന്റെ സൗദി സന്ദർശനത്തിൽ തങ്ങളെ അവഗണിച്ചതായി സൗദിയിലെ ഇലക്ട്ര ഡക്കർ കമ്പനിയിലെ 1200ഓളം തൊഴിലാളികൾ. 10 മാസമായി ശമ്പളമില്ലാതെ ഇഖാമയില്ലാതെ ദുരിതമനുഭവിക്കുന്ന തങ്ങളുടെ പരാതികൾ മന്ത്രി ചെവിക്കൊണ്ടില്ലെന്നും തൊഴിലാളികൾ പറയുന്നു. ഞാനിവിടെ 26 വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ഇപ്പോൾ 11 മാസത്തെ ശമ്പളം എനിക്ക് പെൻഡിങ് ആണ്. വീട്ടിൽ പൈസ അയക്കാനോ കുട്ടികളുടെ പഠനത്തിനോ ഒന്നിനും നിവൃത്തിയില്ല. ഞങ്ങളിവിടെ കേന്ദ്രത്തിൽ നിന്ന് ഒരു മന്ത്രി വന്നപ്പോൾ ഞങ്ങൾ വളരെയധികം ആഹ്ലാദിച്ചിരുന്ന ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന്. ആ മന്ത്രി ഈ ഭാഗത്ത് വരാനോ ഇവിടെ നമ്മുടെ എംബസിയിൽ നിന്നൊരു സഹായം ഒന്നും നമുക്ക് കിട്ടുന്നില്ല. കേന്ദ്രമന്ത്രി VK സിംഗിന്റെ ജിദ്ദ സന്ദർശനം വിവിധ ലേബർ ക്യാമ്പുകളിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനായില്ല. ഇലക്ട്രോടെക് കമ്പനിയിലെ 1200ഓളം തൊഴിലാളികൾക്ക് കഴിഞ്ഞ 10 മാസമായി ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ലഭിക്കുന്നില്ല. പലർക്കും ഇക്കാമയുമില്ല. തങ്ങളുടെ പ്രശ്നങ്ങൾ ആരായാനോ അന്വേഷിക്കാനോ കേന്ദ്രമന്ത്രി VK സിംഗ് ശ്രമിച്ചില്ലെന്ന് തൊഴിലാളികൾ ഒന്നടങ്കം ആരോപിക്കുന്നു. ഇക്കാമ പുതുക്കാനുള്ള 6 മാസം സമയമായി, ഇതുവരെ പുതുക്കിയിട്ടില്ല. ഞാൻ 3 വർഷമായി നാട്ടിൽ നിന്ന് വന്നിട്ട് ലീവിന് പോകാനെ കൊണ്ട് ഇത് പുതുക്കി കിട്ടിയെങ്കിലോ പൈസ കിട്ടിയെങ്കിലോ എനിക്ക് പോകാനോ. കേന്ദ്രമന്ത്രി വന്നുകൊണ്ടെന്ന് കാര്യമുണ്ടായോ? ഒരു കാര്യം ഉണ്ടായില്ല. ഇവിടെ വന്നതുമില്ല കേന്ദ്രമന്ത്രി. ഇവിടുത്തെ പ്രശ്നം അറിയത്തില്ല. ആദ്യം മുതൽ തന്നെ ഈ പ്രശ്നം വളരെ ലഘൂകരിക്കാനും മാധ്യമങ്ങളെ പഴി പറയാനുമാണ് കേന്ദ്രമന്ത്രി ശ്രമിച്ചത്. ഇത് രാഷ്ട്രീയമായി ഈ BJP ഗവൺമെന്റ് നേട്ടം കൊയ്യാനാണ് ഈ ഇന്ത്യക്കാരുടെ ഈ വളരെ ദുരിതമായ ഈ അവസ്ഥയെ അവർ ഉപയോഗിച്ചത്. ജിദ്ദയിലൊന്നും EM സർവകലാശാലയുടെ ബിരുദ കോഴ്സുകളിൽ വിദേശ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിച്ചു. ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അറബി സംസാരിക്കാത്ത മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് പ്രവേശനം അനുവദിച്ചത്. ബിസിനസ് ആൻഡ് ഇക്കണോമിക്സ്, BEd, എഞ്ചിനീയറിംഗ് തുടങ്ങിയ 77 കോഴ്സുകളാണ് ബിരുദതലത്തിൽ സർവകലാശാല നടത്തുന്നത്. അറബ് ലോകത്തെ മികച്ച സർവകലാശാലകളിൽ 6ാം സ്ഥാനമാണ് ഈ സർവകലാശാലയ്ക്കുള്ളത്. 2030 ആകുമ്പോഴേക്കും വൈദ്യുതി ഉപഭോഗ കാര്യക്ഷമത ഇരട്ടിയാക്കാൻ ദുബൈ ഒരുങ്ങുന്നതായി ദുബൈ സുപ്രീം കൗൺസിൽ ഓഫ് എനർജി അറിയിച്ചു. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന BEA-യുമായി സഹകരിച്ചാണ് DSCE ഇതിനുള്ള പദ്ധതി തയ്യാറാക്കുന്നത്. വൈദ്യുതി ഉപഭോഗം കാര്യക്ഷമമായി നിർവഹിക്കാൻ സാധിക്കുന്ന മാതൃകയിലുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണം, കുറഞ്ഞ വൈദ്യുതി ഉപഭോഗത്തിലൂടെ കെട്ടിടങ്ങളിൽ കഴിയുന്നവർക്ക് മികച്ച വെളിച്ച സജ്ജീകരണം എത്തിക്കൽ എന്നിവയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സ്ത്രീ ശാക്തീകരണം കലയിലൂടെ എന്ന മുദ്രാവാക്യമുയർത്തി കുവൈറ്റിലെ പ്രമുഖ ആർട്സ് മൂവ്മെന്റ് ചിത്ര പ്രദർശനവും സാംസ്കാരിക മേളയും ഒരുക്കുന്നു. നവംബർ അവസാന വാരം നടക്കുന്ന പ്രദർശനത്തിൽ ഓഗസ്റ്റ് 15 മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. അയാഡ്കോ കുവൈറ്റിലേക്ക് ഒരുക്കുന്ന 4ാമത് ചിത്ര പ്രദർശന മേളയാണിത്. 18 വയസ്സ് തികഞ്ഞ ഏതൊരു ഇന്ത്യൻ സ്ത്രീക്കും തങ്ങളുടെ തിരഞ്ഞെടുത്ത ചിത്രവുമായി പ്രദർശനത്തിന് എത്താവുന്നതാണ്. ഇന്ത്യൻ എംബസിയും കുവൈറ്റ് നാഷണൽ കൗൺസിൽ ഓഫ് ആർട്ടും മേളയുമായി സഹകരിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യൻ എംബസി പ്രസ് സെക്രട്ടറി AK ശ്രീവാസ്തവ, അയാഡ്കോ ഭാരവാഹികളായ ആർട്ടിസ്റ്റ് MV ജോൺ, മാവേലിക്കര ആർട്ടിസ്റ്റ് ചൗള ദോഷി തുടങ്ങിയവരും പങ്കെടുത്തു. സൂര്യ കൃഷ്ണമൂർത്തിയുടെ ആശയത്തിലും സംവിധാനത്തിലും രൂപം കൊള്ളുന്ന എന്റെ രക്ഷകൻ എന്ന ബൈബിൾ ഷോയുടെ റോഡ് ഷോ ഉദ്ഘാടനം ബഹ്റിൻ കേരളീയ സമാജത്തിൽ നടന്നു. സ്റ്റേജ് ഷോയുടെ പ്രത്യേകതകൾ സൂര്യ കൃഷ്ണമൂർത്തി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബൈബിൾ ഷോ ആയിരിക്കും എന്റെ രക്ഷകൻ എന്ന സ്റ്റേജ് ഷോ എന്ന് സൂര്യ കൃഷ്ണമൂർത്തി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യേശുക്രിസ്തുവിന്റെ ജീവിതവും സന്ദേശവുമാണ് ഇതിവൃത്തം. 200ഓളം കലാകാരന്മാർ
3 നില കെട്ടിടത്തിന്റെ ഉയരമുള്ള കൂറ്റൻ സെറ്റുകൾ, നിമിഷങ്ങൾക്കുള്ളിൽ സെറ്റിംഗുകൾ മാറിമറയാനുള്ള സാങ്കേതിക വിദ്യകൾ, 6000 ചതുരശ്ര അടി വിസ്താരമുള്ള സ്റ്റേജ്, ഭാഷ ഒരു പ്രശ്നമാകാത്ത വിധം സംഗീതപൂർണമായ അവതരണം, പ്രതിഫലിച്ചു കൂടാതെ പ്രവർത്തിക്കാൻ മനസ്സുള്ള കലാകാരന്മാരും സാങ്കേതിക പ്രവർത്തകരുമൊക്കെയാണ് മെഗാ ഷോയുടെ പ്രത്യേകതകൾ. ചങ്ങനാശ്ശേരി സർഗക്ഷേത്ര കലാസാംസ്കാരിക സംഘടനയാണ് ഇതിന് മുൻകൈയെടുത്തിട്ടുള്ളത്. മാർ ക്രിസോസ്റ്റം ഗ്ലോബൽ പീസ് ഫൗണ്ടേഷനും സൂര്യയും കൂടി സർഗക്ഷേത്രയോടൊപ്പം ചേർന്നാണ് ഈ പരിപാടി അവതരിപ്പിക്കുന്നത്. ആദ്യ പ്രദർശനം ഫിലിപ്പ് കൗൺസിലിനു വേണ്ടി തിരുവനന്തപുരത്ത് 2017 ജനുവരിയിൽ നടക്കും. തുടർന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം ഡൽഹിയിലും നടക്കുമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി പറഞ്ഞു. ആദ്യ പ്രദർശനം ബിഷപ്പ് കൗൺസിലിനു വേണ്ടി തിരുവനന്തപുരത്ത് 2017 ജനുവരിയിൽ നടക്കും. തുടർന്ന് ഔദ്യോഗികമായ ഉദ്ഘാടനം ഡൽഹിയിലും നടക്കുമെന്ന് സൂര്യ കൃഷ്ണമൂർത്തി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. ബഹ്റൈൻ പ്രതിഭ സംഘടിപ്പിക്കുന്ന പാലറ്റ് 2016 സീസൺ 2 ഒക്ടോബർ 4, 5, 6, 7 തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രശസ്ത കലാകാരൻ പുന്യം ചന്ദ്രൻ ക്യാമ്പിന് നേതൃത്വം നൽകും. ജലഛായ ചിത്രങ്ങളെക്കുറിച്ചുള്ള പരിശീലന ക്യാമ്പ് 4, 5, 6 തീയതികളിൽ നടക്കും. 6 വയസ്സ് മുതൽ പ്രായമുള്ള 60 കുട്ടികൾക്കാണ് ക്യാമ്പിൽ പ്രവേശനം നൽകുന്നത്. സമാപന ദിവസമായ ഒക്ടോബർ 7-ന് പ്രായപരിധി അനുസരിച്ച് 3 ഗ്രൂപ്പുകളായി തരംതിരിച്ച് ചിത്രകലാ മത്സരം സംഘടിപ്പിക്കും. ഇതിൽ 500-ലധികം കുട്ടികൾ മത്സരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പരിപാടിക്ക് സമാപനം കുറിച്ചുകൊണ്ട് ബഹ്റൈനിലെ കലാകാരന്മാർ അണിനിരക്കുന്ന സമൂഹ ചിത്രരചനയും നടക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. പ്രതിഭാ ഭാരവാഹികളായ CV നാരായണൻ, ശ്രീജിത്ത്, രാമചന്ദ്രൻ, PT നാരായണൻ, സതീന്ദ്രൻ, ഷെരീഫ്, NK വീരമണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അനിൽ തിരൂർ, ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് UDF വിട്ടു. ചരൽക്കുന്നിൽ നടന്ന സംസ്ഥാന ക്യാമ്പിന് ശേഷം KM മാണിയാണ് ഇക്കാര്യം അറിയിച്ചത്. നിയമസഭയിൽ കേരള കോൺഗ്രസ് അംഗങ്ങൾ പ്രത്യേക ബ്ലോക്കായിരിക്കും. എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. അതേസമയം നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്താൻ ബുധനാഴ്ച അടിയന്തര UDF യോഗം ചേരും. മുന്നണി ബന്ധത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയ മര്യാദ പാലിച്ചില്ലെന്ന് KM മാണി പറഞ്ഞു. പാർട്ടിയെയും തന്നെയും അപകീർത്തിപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചു. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പ്രത്യേക സംഘം തന്നെ കോൺഗ്രസിലുണ്ടെന്നായിരുന്നു മാണിയുടെ മറ്റൊരാരോപണം. കേരള കോൺഗ്രസ് എമ്മിനെ ദുർബലപ്പെടുത്തുക എന്ന ഗൂഢലക്ഷ്യത്തോടെ പാർട്ടിയെയും പ്രത്യേകിച്ച് പാർട്ടി ലീഡറെയും കടന്നാക്രമിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും കോൺഗ്രസിലെ ചില കേന്ദ്രങ്ങൾ ബോധപൂർവം നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ പാർട്ടി ഗൗരവത്തോടെ കാണുന്നു. മുന്നണി ബന്ധങ്ങളിൽ പാലിക്കപ്പെടേണ്ട രാഷ്ട്രീയ മര്യാദകൾക്കും നീതിബോധത്തിനും വിരുദ്ധമായ നടപടികൾ മൂലം, സമീപനം മൂലം മുന്നണി ദുർബലപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കും മുന്നണിയിലെ ഘടകകക്ഷികൾക്കും ആത്മപരിശോധനയ്ക്കും സ്വയം വിമർശനത്തിനും ഒരവസരം നൽകുന്നതിന് കൂടി മേൽപ്പറഞ്ഞ പാർട്ടിയുടെ ഈ തീരുമാനം സഹായിക്കുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലവിലുള്ള സ്ഥിതി തുടരും. അതൊരു കരാർ പാലിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. നിയമസഭയിൽ പ്രത്യേക ബ്ലോക്കായിരുന്ന് ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കും. UDF വിട്ടുമാറി ഒരു സ്വതന്ത്ര ബ്ലോക്കായിരിക്കുവാൻ ഇതുമൂലം പാർട്ടി തീരുമാനമെടുക്കുകയാണ്. UDF ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞ KM മാണി ഒരു ആത്മപരിശോധന നടത്താൻ മറ്റ് ഘടകകക്ഷികളോട് ആവശ്യപ്പെടുകയും ചെയ്തു. 2 ദിവസം നീണ്ട ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിലാണ് KM മാണി അന്തിമ തീരുമാനം പ്രഖ്യാപിച്ചത്. പാർട്ടി തനിക്കൊപ്പമുണ്ടെന്ന് ഉറപ്പുവരുത്താനും KM മാണിക്ക് കഴിഞ്ഞു. കോൺഗ്രസുമായുള്ള 3.5 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ബന്ധമാണ് KM മാണി ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു മുന്നണിയുടെയും ഭാഗമായല്ലാതെ രാഷ്ട്രീയമായി എങ്ങനെ നിലനിൽക്കാൻ കഴിയും എന്നതാണ് KM മാണി ഇനി നേരിടാൻ പോകുന്ന ചോദ്യം. ചരൽക്കുന്നിൽ നിന്നും ക്യാമറമാൻ സാംജിത്ത് അറുപ്പുക്കരയ്ക്കൊപ്പം സാലി മുഹമ്മദ്. UDF വിടാനുള്ള KM മാണിയുടെ തീരുമാനം അപഹാസ്യമെന്ന് രമേശ് ചെന്നിത്തല. മാണി മുന്നണി വിട്ടത് വേദനാജനകമെന്ന് ഉമ്മൻചാണ്ടി. മാണിയുടേത് രാഷ്ട്രീയ വഞ്ചനയെന്ന് PP തങ്കച്ചൻ. അവസരവാദ നിലപാടെന്ന് VM സുധീരൻ. രാഷ്ട്രീയ നെറികേടെന്ന് K മുരളീധരൻ. ഇനി അനുനയ ചർച്ചകളില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി. UDF നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. കോൺഗ്രസിന്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കുകയില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആരെങ്കിലും കരുതുന്നെങ്കിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് നാളെ കാലം തെളിയിക്കും. വർഗീയ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള BJPയും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായിട്ടുള്ള CPM-ഉം ജനദ്രോഹ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ഒന്നിച്ചു നിന്ന് ചെറുക്കാനുള്ള ആ ബാധ്യത നിറവേറ്റാതെ അതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത്, അതിൽ നിന്നും ഒളിച്ചോടുന്നത് രാഷ്ട്രീയ തറവാടിത്തത്തിന്
ചേർന്ന ഒരു നടപടിയായി ആരും കാണില്ല. UDF വിട്ട് സ്വതന്ത്രമായിട്ട് നിൽക്കാനുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം വളരെ വേദനാജനകമാണ്. കേരള കോൺഗ്രസ് മുഴുവനായിട്ടോ അല്ലെങ്കിൽ കേരള കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അണികളോ ഈ തീരുമാനത്തെ മുഴുവൻ സ്വാഗതം ചെയ്യും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിലെ ഒരു ധാർമ്മികതയുടെ വല്ലാത്തൊരു പ്രശ്നമുണ്ട്. ഇത് രാഷ്ട്രീയ നെറികേടാണ്. അതുകൊണ്ട് തന്നെ ഇനി അവസാനിച്ച ബന്ധം കുറേ കാലത്തേക്ക് അവസാനിച്ചിരുന്നു. ഇതൊക്കെ KM ജോർജിന്റെ ശാപമാണ്. തിരിച്ചു കൊണ്ടുവരാനൊരു ചർച്ച എന്നുള്ള ഒരു ഏർപ്പാടിനെ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നില്ല. സെപ്പറേറ്റ് ബ്ലോക്കായിരിക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ഞങ്ങൾക്കൂടി ആസ് എ പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾക്കും അത് വിലയിരുത്തണമല്ലോ. ഇനി UDF പിരിച്ചുവിടുന്നതാണ് നല്ലതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്നതാണ് കോൺഗ്രസിന്റെ നയമെന്ന് മാണി ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞുവെന്നും കോടിയേരി. ഐക്യ ജനാധിപത്യ മുന്നണി ഇല്ലാതായെന്ന് വൈക്കം വിശ്വൻ. UDF കോൺഗ്രസ് ലീഗ് മുന്നണിയായെന്ന് VS അച്യുതാനന്ദൻ. UDF തകർന്നെന്ന് MA ബേബി. LDF നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. അത് കേരള കോൺഗ്രസിനുണ്ടായ ഒരു അനുഭവമാണ് മാണി ഇപ്പൊ ഇങ്ങനെ പറയാനിടയായിട്ടുള്ളത്. കോൺഗ്രസിന്റെ ചരിത്രം തന്നെ കൂടെ കൂടിയവരെ വഞ്ചിക്കുക, കൂടെ കൂടിയവരെ ചതിക്കുക, കൂടെ ചേരുന്ന പാർട്ടികൾ അവർക്ക് വിധേയമായി നിൽക്കാണ്ട് വന്നാൽ ആ പാർട്ടികളെ പിളർക്കുക. ഇതൊക്കെ കോൺഗ്രസ് കേരളത്തിൽ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ്. അത് ഇപ്പോഴെങ്കിലും KM മാണി തിരിച്ചറിഞ്ഞു. KM മാണി അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഈ മുന്നണി വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് പോലുള്ള പ്രമുഖമായ ഒരു കക്ഷി ഐക്യജനാധിപത്യ മുന്നണിയിൽ നിന്ന് വിട്ടു എന്ന് പറഞ്ഞാൽ ആ മുന്നണി തകർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മുന്നണിക്കിനി ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള നിലയിൽ അതിന് പ്രസക്തിയില്ല. അത് പിരിച്ചുവിടാനുള്ള ഔചിത്യം അവർ പ്രകടിപ്പിക്കേണ്ടതാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അതിദയനീയമായ തിരിച്ചടി പരാജയം UDFിനുണ്ടാവുന്നതോടുകൂടി UDF ശിഥിലമാവും എന്ന് LDF പ്രവചിച്ചിരുന്നു. അത് ഇപ്പോൾ ശരിയാണെന്ന് തെളിയുകയാണ്. UDF മടുത്ത് മാണി പുറത്തേക്ക് പോയിരിക്കുകയാണ്. UDFിന് മാണിയെടുത്ത് മാണിയെ പുറത്താക്കിയതല്ല. ഇനിയിപ്പോ മുന്നണി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കോലീഗ് മുന്നണി, ലീഗും കോൺഗ്രസും മാത്രമേ ഇപ്പം മുന്നണിയായിട്ടുള്ളൂ. ഉള്ള വസ്തുത അതുപോലെ പറയുകയായിരിക്കും. യുക്തിഭദ്രം. UDF സംവിധാനം തകർന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരള കോൺഗ്രസ് മുന്നണി വിട്ടുപോകുന്നത് നേരത്തെ നടക്കേണ്ടതായിരുന്നു. ചില സമുദായങ്ങൾ തങ്ങളുടെ അട്ടിപ്പേറാണെന്ന UDFിന്റെ വിശ്വാസം പൊളിഞ്ഞു. കച്ചവടത്തിനായുള്ള പോക്കാണെങ്കിൽ ഇതിലും വലിയ ദുരന്തമായിരിക്കും മാണിയെ കാത്തിരിക്കുന്നതെന്നും പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പോടെ UDF തകരുമെന്ന് ഇടതുപക്ഷം അന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായെന്നും KM മാണി UDF വിട്ടതോടെ UDF തകർച്ച പൂർണ്ണതയിലെത്തിയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. UDF എന്ന മുന്നണി സംവിധാനം തകർന്നിരിക്കുന്നു. ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ്. നേരത്തെ നടക്കേണ്ടി ഒന്നായിരുന്നു ഇത്. ചില ജനവിഭാഗങ്ങളുടെ അട്ടിപ്പേർ അവകാശം തങ്ങൾക്കാണെന്ന് ഇവരിൽ ചിലർ അവകാശപ്പെടാറുണ്ട്. അങ്ങനെ അവകാശപ്പെടുന്നവരുടെ എല്ലാം കൺമുന്നിൽ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നത്. പിണറായിയിൽ RSS പ്രവർത്തകർ ബോംബെറിഞ്ഞും വാഹനം കയറ്റിയും കൊലപ്പെടുത്തിയ CPIM പ്രവർത്തകൻ രവീന്ദ്രന്റെ കുടുംബസഹായ ഫണ്ട് കൈമാറിയ ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. അതേസമയം KM മാണി BJPയിൽ നന്മ കാണാൻ ശ്രമിക്കുന്നത് ആത്മഹത്യാപരമാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. അപ്പൊ RSSലും BJPയിലും നന്മ കാണാൻ പുറപ്പെടുന്നു, അത് ആത്മഹത്യാപരമാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ഇപ്പൊ ഉള്ളതിനേക്കാളും ഒറ്റപ്പെടലിലേക്ക് നിങ്ങളെ നയിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ അവസരം കച്ചവട താല്പര്യത്തോടെ ഉപയോഗിക്കാൻ പുറപ്പെട്ടാൽ അതിന്റെ ഫലം അനുഭവിച്ചതിനേക്കാളും വലിയ ദുരന്തം ഏറ്റുവാങ്ങലായിരിക്കും എന്ന് മാണിയും കേരള കോൺഗ്രസും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കേരള കോൺഗ്രസുമായുള്ള 3 പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയ ബാന്ധവുമാണ് മാണി അവസാനിപ്പിച്ചിരിക്കുന്നത്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒട്ടേറെ നിർണായക സംഭവങ്ങൾക്ക് സാക്ഷിയായ ചരൽക്കുന്ന് തന്നെയാണ് പുതിയ പ്രഖ്യാപനത്തിനും വേദിയായത്. 1982 നായനാർ സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച മാണി കോൺഗ്രസ് പാളയത്തിൽ എത്തിയതോടെയാണ് ഇന്നത്തെ UDF സംവിധാനം നിലവിൽ വരുന്നത്. തുടർന്ന് 3.5 പതിറ്റാണ്ടോളം ഇണങ്ങിയും പിണങ്ങിയും ആ ബന്ധം മുന്നോട്ടുപോയി. സീറ്റ് വിഭജന ഘട്ടങ്ങളിൽ പലപ്പോഴും ബന്ധം മുറിയുന്നിടം വരെ എത്തി. പാർട്ടിയുടെ ശക്തിക്കനുസരിച്ച് സീറ്റ് ലഭിച്ചില്ല എന്നത് മാണിയുടെ എക്കാലത്തെയും പരാതിയായിരുന്നു. എന്നാൽ അന്നൊന്നും കോൺഗ്രസ് ബന്ധം അറുത്തുമുറിക്കാൻ KM മാണി തയ്യാറായില്ല. ഇതിനിടെ കോൺഗ്രസ് നയങ്ങളെ എതിർത്തവർ ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിൽ പാർട്ടി വിട്ടു.
അപ്പോഴും UDF-ൽ ഉറച്ചുനിന്ന മാണി വൈകിയാണെങ്കിലും ആ പാത തന്നെയാണ് പിന്തുടരുന്നത്. ഫ്രാൻസിസ് ജോർജും കൂട്ടരും ഇടതുപാളയത്തിലെത്തിയെങ്കിലും മാണിക്ക് സമദൂരമാണ് ഇപ്പോൾ വഴി. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒട്ടേറെ നിർണായക തീരുമാനങ്ങൾക്ക് വേദിയായിട്ടുള്ള ചരൽക്കുന്ന് തന്നെയാണ് മാണിയുടെ പുതിയ തീരുമാനത്തിനും സാക്ഷിയായത്. മാണിയും ജോസഫും വേർപിരിഞ്ഞതും, അധ്വാനവർഗ സിദ്ധാന്തം അവതരിപ്പിച്ചതും, ജേക്കബ് ഗ്രൂപ്പ് രൂപം കൊണ്ടതും, PC തോമസ്, കറിയ തോമസ് തുടങ്ങിയവർ പുറത്തുപോയതുമെല്ലാം ചരൽക്കുന്നിൽ നടന്ന വിവിധ ക്യാമ്പുകളിലായിരുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒട്ടേറെ നിർണായക സംഭവവികാസങ്ങൾക്ക് വേദിയായിട്ടുള്ള മണ്ണാണ് ചരൽക്കുന്നിലേത്. ഇപ്പോൾ KM മാണിയുടെ കോൺഗ്രസുമായുള്ള വേർപിരിയലിനും ഈ മണ്ണ് തന്നെ സാക്ഷിയായി. ചരൽക്കുന്നിൽ നിന്നും ക്യാമറമാൻ സാംജിത്തിനൊപ്പം സാലി മുഹമ്മദ്. കേരള കോൺഗ്രസിലെ അതികായനായ KM മാണിയും കൂട്ടരും 3 പതിറ്റാണ്ടായുള്ള UDF ബന്ധം ഉപേക്ഷിച്ച് വരുന്നതിന് കാരണമായത് പീപ്പിൾ ടിവിയിലൂടെ പുറത്തുവന്ന ബാർ കുംഭകോണമായിരുന്നു. സംസ്ഥാനത്ത് ബാറുകൾ തുറന്നു നൽകുന്നതിന് KM മാണിക്ക് ലക്ഷങ്ങളുടെ കോഴ നൽകിയെന്നായിരുന്നു ബാർ ഉടമ ബിജു രമേശ് പീപ്പിൾ ടിവിയിലൂടെ വെളിപ്പെടുത്തിയത്. നിങ്ങളുടെ നേതാവായ മാണി സാർ തന്നെയാണ് മേടിച്ചത്. മാണി സാർ തന്നെ മേടിച്ചത്. ധൈര്യമായിട്ട് തന്നെ പറഞ്ഞ ഉമ്മാക്കി കാണിച്ച് ചേട്ടാ പേടിപ്പിക്കണ്ട. ബാർക്കോഴയെ കുറിച്ചുള്ള ബാറുടമ ബിജു രമേശിന്റെ പീപ്പിൾ ടിവിയിലൂടെയുള്ള ഈ വെളിപ്പെടുത്തലാണ് KM മാണിയെയും UDF-നെയും തകിടം മറിച്ചത്. തുടർന്ന് അന്നത്തെ മന്ത്രിയായിരുന്ന KM മാണിക്കെതിരെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിജിലൻസിന്റെ ത്വരിതാന്വേഷണം പ്രഖ്യാപിച്ചു. പിന്നീട് കോടതി ഇടപെടലും കൂടി വന്നപ്പോൾ KM മാണി രാജിവെച്ചു. അതിനുശേഷം ബിജു രമേശ് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ബാർക്കോഴ ആരോപണം ഉന്നയിച്ചു. പക്ഷേ അവിടെ K ബാബുവിനെ സംരക്ഷിക്കുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചത് KM മാണിയെ ആകെ അസ്വസ്ഥനാക്കി. രാജിവെച്ച ബാബുവിനോട് രാജി പിൻവലിക്കാൻ പറഞ്ഞ കോൺഗ്രസ് നേതൃത്വം തന്റെ കാര്യത്തിൽ ഇരട്ട നീതി സ്വീകരിച്ചു എന്നതും KM മാണി തുറന്നടിച്ചു. UDF വിടാനുള്ള ആദ്യ തീരുമാനത്തിനാണ് ഇതിലൂടെ തിരിതെളിച്ചത്. ബാർക്കോഴ ഗൂഢാലോചനയിൽ പാർട്ടിയുടെ അന്വേഷണ സമിതി റിപ്പോർട്ടും കൂടിയെത്തി. മാണി എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു. ഒടുവിൽ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായതും അദ്ദേഹത്തിന് UDF ചെയർമാൻ സ്ഥാനം ലഭിച്ചതും KM മാണിയെ ചൊടിപ്പിച്ചു. തുടർന്ന് UDF യോഗത്തിൽ പങ്കെടുക്കാതെ വിട്ടുനിന്ന KM മാണി അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ ചരൽക്കുന്നിൽ ക്യാമ്പൊരുക്കി. UDF-ുമായുള്ള ബന്ധം വേർപെടുത്തി. അതേസമയം ബാർക്കോഴ വിവാദം കോൺഗ്രസിന്റെ ഗൂഢാലോചന എന്ന് വരുത്തി സ്വയം വെള്ളപൂശിയെടുക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ ഈ തീരുമാനം ഒരു പരിധിവരെ വിജയിച്ചു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വാദം. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മാണിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. ചരൽക്കുന്ന് ക്യാമ്പ് അവസാനിച്ച ശേഷം തിരിച്ചു പോകുമ്പോഴാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാണിയുടെ വാഹന വ്യൂഹം തടഞ്ഞു നിർത്തി കരിങ്കൊടി കാണിച്ചത്. മാണിയുടെ വാഹന വ്യൂഹത്തോടൊപ്പമുണ്ടായിരുന്ന യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർ എതിർക്കാൻ വന്നതോടെ ഇരു കൂട്ടരും തമ്മിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി. പോലീസ് ഇടപെട്ട് മാണിയുടെ വാഹനം കടത്തിവിട്ടതിനു ശേഷമാണ് സംഘർഷം ഒഴിവായി ഇരുവരും പിരിഞ്ഞുപോയത്. അതേസമയം തൊടുപുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാണിയുടെ കോലം കത്തിക്കുകയും കേരള കോൺഗ്രസിന്റെ കൊടിമരം തകർക്കുകയും ചെയ്തു. കൊളോണിയൽ മർദ്ദക ശൈലിയല്ല പോലീസിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിയമപാലനം ബലപ്രയോഗത്തിലൂടെയോ ഭീഷണിയിലൂടെയോ സാധ്യമാകുന്ന ഒന്നല്ല. ജനങ്ങളുടെ സുരക്ഷ മാത്രമല്ല, സാമൂഹ്യ പരിവർത്തനത്തിനുള്ള ചാലക ശക്തിയായും പോലീസ് പ്രവർത്തിക്കണമെന്നും പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക, സമൂഹത്തിന്റെ സുസ്ഥിരതയ്ക്കായി രൂപം കൊടുത്തിട്ടുള്ള നിയമങ്ങൾ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കുക, ഇത്തരത്തിലുള്ള കർത്തവ്യങ്ങളാണ് പോലീസിന് നിർവഹിക്കാനുള്ളത്. എന്നാൽ ആധുനിക കാലത്തെ പോലീസ് കേവലം സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാനുള്ള ഏജൻസി മാത്രമല്ല, വികസനത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും സാമൂഹിക പരിവർത്തനത്തിൻ്റെയും ഒക്കെ ചാലകശക്തിയായി മാറാൻ കൂടി പോലീസിന് കഴിയേണ്ടതുണ്ട്.